ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയെ ഒരുപാട് അങ്ങോട്ട് ടോർച്ചർ ചെയ്യുകയാണ് ഈ ഗൗതം. കാരണം നീയാണ് അഭിരാമിയെ ഒറ്റിക്കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നം. പക്ഷേ അവിടെ നന്ദയ്ക്ക് ബലം കൊടുത്തതും നന്ദയെ ആശ്വാസപ്പെടുത്തിയതും അർജുനാണ്. അർജുൻ പറയുകയാണ്, നന്ദയല്ല അത് ചെയ്തതെങ്കിൽ അതാരാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ദേ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇത് കേട്ട നന്ദയാണെങ്കിൽ, സത്യമാണ് അർജുൻ എനിക്ക് വിശ്വസിക്കാമോ? 24 കാരറ്റ് സ്വർണ്ണമാണേ ഈ അർജുൻ, ഈ നന്ദയ്ക്ക് അത് വിശ്വസിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടാൽ പിങ്കിക്കാണെങ്കിൽ തീരാണ് ഇഷ്ടപ്പെടുന്നില്ല. ഇത് അർജുൻ്റെ എന്തിൻ്റെ കേടാണ്? അവളെങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാനാണ് ഞാൻ നോക്കുന്നത്. അതിനിടയിൽ കയറി അർജുൻ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പക്ഷേ അർജുൻ്റെ വാക്കുകളെല്ലാം കേട്ട് നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നന്ദ പഴയതുപോലെ തന്നെ കളിയും ചിരിയും വർത്തമാനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഗൗതം എന്ന് ചോദിക്കണം, നീ എന്താ നിൻ്റെ വീട്ടിൽ പോകുന്നില്ലേന്ന്? ഇല്ല, എന്തിനാണ് ഞാൻ വീട്ടിൽ പോകുന്നത്? ഞാൻ ഗൗതം സാറിനെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഗൗതം സാർ എന്നെയല്ലേ ഉപേക്ഷിച്ചത്? പക്ഷേ ഞാൻ ഗൗതം സാറിനെ ഉപേക്ഷിക്കത്തോടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ സത്യം എന്താണെന്ന് അത് ഞാൻ ഗൗതം സാറിൻ്റെ മുന്നിൽ തെളിയിച്ച് തരിക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ആണെങ്കിൽ എനിക്കൊന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്തത് നീ തന്നെയാണ്, നീ മാത്രം തന്നെയാണ്, അല്ലാതെ വേറെ ആരും ചെയ്യാനായിട്ട് സാധ്യതയില്ല. എനിക്കത് 100% ഉറപ്പാണ്. കാണാം ഗൗതം സാർ. ആ സമയത്ത് എൻ്റെ കഴുത്തിൽ വീണ്ടും ആ താലി അണിയിച്ചു തന്നാൽ മാത്രം മതി. അല്ലാതെ ഇപ്പം എനിക്ക് ആ താലി വേണ്ട ഗൗതം സാർ എന്നിങ്ങനെ നന്ദ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ ചിന്തിച്ചാണ് ഈ ഗൗതം നിൽക്കുന്നത്. അങ്ങനെ പിങ്കിക്കാണെങ്കിൽ ആകെ തലവേദന. ദൈവമേ, സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. പിങ്കിയാണല്ലോ ഇതിനെല്ലാത്തിനും പിന്നിൽ, പിങ്കിയാണല്ലോ അഭിരാമിയെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. സാർ, ദയവ് ചെയ്ത് സാർ ഞങ്ങൾ സാറ് ടോർച്ചർ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം നന്ദയല്ല ഈ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലും ഗൗതമേട്ടൻ അത് വിശ്വസിക്കുന്നില്ല. സാറിനറിയാലോ, ഇപ്പോൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നന്ദയെ. ഇതിലെങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ഒപ്പിച്ചെന്നേ മതിയാവുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നന്ദയും ഗൗതമും ഇപ്പം നല്ല രീതിയിലല്ല എന്നും എനിക്ക് തിരിച്ചറിയാം. പക്ഷേ ചില കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു വിടാനായിട്ട് പറ്റില്ല അർജുൻ. അതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നന്ദയോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അർജുൻ ഒരു പട്ടാളത്തിലെ പോലീസ് ഓഫീസറായിരുന്നില്ലേ? പിന്നെ എന്താണ്? അതുമാത്രമല്ല, ഒരു പോലീസ് ഓഫീസറിൻ്റെ മകളായിരുന്നു നന്ദയും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ നല്ല ആൾക്കാർ തന്നെയല്ലേ? പട്ടാളത്തിലായിരുന്നപ്പോഴും നിങ്ങൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നില്ലേ അർജുൻ? പിന്നെ എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സാർ. പക്ഷേ ഇതൊരു ജീവിത പ്രശ്നമാണ്. ഇപ്പോൾ നന്ദയെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗൗതമേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ സാറോട് ഇത് ആവശ്യപ്പെട്ടത്. എങ്ങനെയെങ്കിലും സാർ, പേരൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതാരാണെന്നൊന്നും മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേര് വെളിപ്പെടുത്തരുതെന്നാണ് ഞങ്ങളുടെ ഒരു നിയമം. ഇത് ഞങ്ങൾക്ക് രഹസ്യമായി തന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, സാറിന് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവില്ല സാർ ഇതറിയാൻ പറ്റിയില്ലെങ്കിൽ എന്നേക്കുമായി ഗൗതമേട്ടൻ നന്ദയെ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് സാറിനും വല്ലാത്ത സങ്കടം തന്നെയല്ലേ? നന്ദയെ അത്രമാത്രം സാറ് സ്നേഹിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നന്ദയുടെ കാര്യം എനിക്കറിയാം. പിന്നെ ഗൗതം നന്ദയെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ കാരണം ആണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെ സാർ, അത് തന്നെയാണ് സാർക്ക് കാരണം എന്നൊക്കെ പറയുകയാണ്. ശരി, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. എന്താ സാർ, എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഈ ഒരു ഫീമെയിലാണ് വിളിച്ചത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഫീമെയിലോ? അതെ, ഒരു ഫീമെയിലാണ് വിളിച്ചത്. പക്ഷേ സാർ, ഇങ്ങനെ ഫീമെയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണെന്ന് വ്യക്തമായിട്ട് അറിയണ്ടേ സാർ? അല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? ശരി, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാനതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് തരാം. പക്ഷേ ഞാനാണ് ഈ സംഭവങ്ങളെല്ലാം തന്നതെന്നും കാര്യങ്ങളൊന്നും ആരും അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിലനിൽപ്പ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇല്ല സാർ, ഞങ്ങൾ കാരണം സാറിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ലേഡിയായിരുന്നു, ഒരു ലേഡിയുടെ ശബ്ദമാണ് ഞങ്ങൾക്കന്ന് കേൾക്കാനായിട്ട് സാധിച്ചത്. അവരെവിടെ നിന്നാണ് എന്താണെന്നൊന്നും അവർ ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞില്ല. ഇതേപോലെ തന്നെ
അഖില എന്ന് പറഞ്ഞ തീവ്രവാദി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ശരിയായ വിവരവും ആ ലേഡിയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയും അതേപോലെ തന്നെ അർജുനും ആകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. സർ സത്യമാണോ പറഞ്ഞത്? അതെ, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, നിങ്ങളോട് ഇനി കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി സാർ, എങ്കിലേ ഞങ്ങൾക്ക് ആ വോയിസ് റെക്കോർഡ് തന്നാൽ മതി. തരാം, നിങ്ങൾക്ക് ഞങ്ങൾ ആ വോയിസ് റെക്കോർഡ് തരാം. അതിൽ നിന്ന് ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ ശബ്ദം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ആളെയും കണ്ടുപിടിച്ചോ. അല്ലാതെ കൂടുതലൊന്നും എനിക്കിതിൽ തരാനായിട്ട് പറ്റില്ല അർജുൻ എന്ന് പറയണം. വേണ്ട സാർ, ഞങ്ങൾക്ക് അത്രയും മാത്രം തന്നാൽ മതി, ഞങ്ങൾ അതിൽ നിന്നും സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചോളാം സാർ എന്നൊരു കാര്യവും അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ വാക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കിയാണെങ്കിൽ ആകെ തകർത്ത് മറച്ചുകൊണ്ടൊരു വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗൗതമിൻ്റെ അച്ഛനാണെങ്കിൽ, അല്ല എന്താണ് ഇവിടെ ശരിക്കും പ്രശ്നം? അതിന് മാത്രം നന്ദ ഒരു തെറ്റും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞങ്ങളെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയതാണല്ലോ ഗൗതം. പിന്നെ എന്തിനാ ഈ നന്ദയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ്. കാരണം ആ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ എത്രമാത്രം വേദനിച്ചു എന്ന് അറിയാവോ ഞാൻ എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഒരു ഫ്രണ്ടല്ലേ അത്? അല്ലാതെ നിൻ്റെ വേറെ ആരും അല്ലല്ലോ. നിൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സുകൾ, ആ ഫ്രണ്ട്സുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ നിനക്ക് കുഴപ്പം? ഇനി അഥവാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിന്നെ തെറ്റിദ്ധരിച്ചാണ് നന്ദ അങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് വിചാരിച്ച് ഇപ്പം എന്താ പ്രശ്നം? നന്ദയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ അതിന് ശേഷമല്ലേ സത്യാവസ്ഥ അറിഞ്ഞത്? നീ ഇതിനു മുമ്പ് നന്ദയുടെ സത്യങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളിതൊന്നും ചെയ്യില്ലായിരുന്നു. നിന്റെ ഒപ്പം തന്നെ കൂട്ടു നിന്നാനേ ഗൗതം. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, നിങ്ങൾ ആരും എന്നോട് സംസാരിക്കണ്ട. നന്ദ ചെയ്തത് അത് വലിയ വലിയ തെറ്റ് തന്നെയാണ്. എന്നെയാണ് അവൾ ശരിക്കും ചതിച്ചത്. ഒരു പാവപ്പെട്ട ഗർഭിണിയായ സ്ത്രീയെയും ആ കുഞ്ഞിനെയൊക്കെ അവളെ ദ്രോഹിച്ചില്ലേ? ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആ അഭിരാമി പ്രസവിക്കണ വരെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ അതിന് പോലും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അവിടെ തോറ്റുപോയത് അത് ഞാൻ തന്നെയാണ്. എൻ്റെ കൺമുന്നിൽ കൂടിയാണ് അഭിരാമിയെ വലിച്ചഴച്ചുകൊണ്ട് പോലീസുകാർ പോയത്. ആ ഒരു ഓർമ്മയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. നിൻ്റെ മനസ്സിൽ എന്തു മാഞ്ഞിട്ടില്ലെന്നാണ്? അപ്പോൾ പിങ്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ലെങ്കിലും നന്ദയ്ക്ക് വേണ്ടി എന്തിനാണ് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഗൗതവും തെറ്റുകാരനാണ്. അതേപോലെ തന്നെ നന്ദയും തെറ്റുകാരിയാണ്. നന്ദയ്ക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും സമയം ഉണ്ടായിരുന്നു. അപ്പം ഈ നന്ദയെക്കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം ഈ പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ പോണെങ്കിൽ പോട്ടേന്നേ. അവൾ എടുത്തുചാട്ടം കൊണ്ട് അവളെ താലി വരെ ഊരിക്കൊടുത്തതല്ലേ ഗൗതമിൻ്റെ കയ്യിലേക്ക്. അങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. അവളെന്തിനാ താലി ഊരി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് തകിട്ടം മറിക്കുകയാണ്. അപ്പം നന്ദയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ആ സമയത്താണ് വരുന്നത് നമ്മുടെ നന്ദയും അർജുനും കൂടി ആ വീട്ടിലേക്ക് കയറി വരികയാണ്. ഈ പിങ്കിയുടെ അട്ടഹാസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അർജുന് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത കലി തന്നെയായിരുന്നു. അർജുനാണെങ്കിൽ നേരെ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ പിങ്കിയുടെ വർത്തമാനം കേട്ടപ്പോഴേക്കും നന്ദയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. കാരണം എല്ലാത്തിനും കൂടെ നിന്നതും നന്ദയെ പറഞ്ഞയച്ചതും ഒക്കെ ആ പിങ്കി തന്നെയാണ്. നന്ദ എല്ലാത്തിലും അടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നന്ദയുടെ മനസ്സ് മാറ്റി എല്ലാം ഇളക്കി മറിച്ചത് അത് പിങ്കിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കും ആകെ സങ്കടം തോന്നി. അങ്ങനെ അർജുൻ അങ്ങോട്ട് ചെന്നിട്ട്, എന്താ പിങ്കി, നീ എന്താ പറയുന്നത്? നന്ദ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നോ? ഞാൻ ആരെയും പുറത്താക്കണമെന്നൊന്നും പറഞ്ഞില്ല അർജുൻ. അല്ല, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്റെ സത്യസന്ധതകളെല്ലാം എനിക്ക് മനസ്സിലായി പിങ്കി. പിന്നെ ഇവിടെ ഇനി ആരും നന്ദയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ, എന്താ അർജുൻ, നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നന്ദയെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനോ? നന്ദയെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയാണോ? വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട. നന്ദയെ ആരും ഇനി വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. നന്ദയാണ് ആ തെറ്റ് ചെയ്തത്. അവളെ ഒറ്റിക്കൊടുത്തത് അത് നന്ദ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതമിൻ്റെ അച്ഛനായിരുന്നു, നിർത്ത് ഗൗതം, നിർത്ത്. ഇനി അഥവാ നന്ദ തന്നെയാണ് ആ തെറ്റ് ചെയ്തതെന്നിരിക്കട്ടെ, നന്ദയാണ് അഭിരാമിയെ ഒറ്റിക്കൊടുത്തുവെന്ന് നീ വിശ്വസിച്ചോ? ശരി, ഞങ്ങളും വിശ്വസിക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അഖില എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയാണ് നന്ദ ഒറ്റിക്കൊടുത്തത്. അതിൽ ഈ വീട്ടിൽ ആർക്കും ഒരു
കുറ്റബോധവും ഇല്ല. നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചോ. പക്ഷേ ഇവിടെ നന്ദയെ ആരും കുറ്റപ്പെടുത്താനും പോകുന്നില്ല. അവൾ ഇവിടെ നിന്ന് എങ്ങും പോകാനായിട്ട് പോകുന്നുമില്ല. നിന്റെ കൂടെ തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടിപ്പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇങ്ങനൊരു മറുപടി അവിടെ പ്രതീക്ഷിച്ച് പോലുമില്ല. അപ്പോൾ പിങ്കിക്കുവാണെങ്കിൽ ആകെ അരിച്ചു, ഇതൊക്കെ എന്തിൻ്റെ കേടാണെന്നാവോ, ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് പുറത്താകാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൾ ഇവിടെ കടിച്ചു തങ്ങി നിൽക്കുകയാണ്. ഗൗതം എൻ്റെ മാത്രമാണ്, എൻ്റെ സ്വന്തമാണ് എന്നാണ് പിങ്കി ഇപ്പോഴും മനസ്സിലിങ്ങനെ കരുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുൻ പറയാണ്, അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ. ഇവിടെ നന്ദ ഒറ്റുകാരിയല്ല. ചില സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അന്ന് ഈ അഭിരാമിയെ ഒറ്റിക്കൊടുത്തത് ഒരു ലേഡി തന്നെയാണെന്ന് ഞങ്ങൾക്ക് കുറേ വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി അത് തെളിയിക്കാൻ ഇനി അധികം താമസമില്ല എന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിയുടെ ഇടപാട് തിരികെയാണ്. പിങ്കി ആണെങ്കിൽ ആകെ വിറച്ചു പോയൊരവസ്ഥയിൽ ദൈവം ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞോ. പക്ഷേ ആരാണെങ്കിലും നന്ദയോട് ചെയ്ത തെറ്റിനൊന്നും ആർക്കും പൊറുക്കാനായിട്ട് പറ്റില്ല. ഗൗതം സർ, ഇനി യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം സർ അത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരിക്കും നന്ദയെ കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വെളിപ്പെടുത്തലുകളെല്ലാം അവിടെ അർജുൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പിങ്കി പെട്ടു എന്നൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.